നമസ്കാരം, സുപ്രീം വോയിസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് ഡിവിഷൻ 20 കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. കൊടകര പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 36 തടവുകാർ ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നു. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് ഡിവിഷൻ 20 കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് ഡിവിഷൻ 20 കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളനൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമാണ്. 1960-ൽ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന, ഇന്ത്യയുടെ ഉരുക്കു വനിതയായിരുന്ന, എക്കാലത്തും ഇന്ത്യയുടെ യശസ്സും അഭിമാനവും ലോകത്തിനു മുൻപിൽ സംരക്ഷിക്കാൻ പോരാട്ടം നടത്തിയ ഇന്ദിരാ പ്രിയദർശിനി ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന്. ആ യൂത്ത് കോൺഗ്രസ് അതിൻ്റെ 65 വർഷങ്ങൾ പിന്നിട്ടിട്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ സമര പോരാട്ടങ്ങളിൽ ആ യൂത്ത് കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുള്ളതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് പ്രസിഡന്റ് അക്ബർ ഷാ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ശശിമംഗലം, ബൂത്ത് പ്രസിഡന്റ് അസി ആദം, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് വടക്കാഞ്ചേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആദിൽ അഹമ്മദ്, ആസിഫ്, KS, ഹസ്ബിൻ, ജുനൈദ്, സഹൽ എന്നിവർ സന്നിഹിതരായി. കൊടകര പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. കൊടകര പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. പച്ചക്കറി കയറ്റിയ വാഹനത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടി. വാഹനത്തിന്റെ ഡ്രൈവർ ആലപ്പുഴ സ്വദേശി സ്വരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 36 തടവുകാർ ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നു. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 36 തടവുകാർ ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്താണ് പഠനത്തിനൊരുങ്ങുന്നത്. തടവുകാലത്തിന് ശേഷം കോഴ്സ് പാസ്സായി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുമായി ഇവർ പുറത്തുവരും. തടവുകാലത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പഠനം തുടർന്ന് പരീക്ഷ എഴുതാനും സർട്ടിഫിക്കറ്റ് നേടാനും സാധിക്കും. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ്, അറബിക് ഭാഷ, ഫങ്ഷണൽ ഇംഗ്ലീഷ്, സൈബർ ലോ PG, മനുഷ്യാവകാശം, BA സോഷ്യോളജി, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി എന്നിങ്ങനെ 36 പേരാണ് വിവിധ കോഴ്സുകളിൽ രജിസ്റ്റർ ചെയ്തത്. ഈ വർഷം 300-ൽ അധികം കോഴ്സുകൾ ഇഗ്നോ നടത്തുന്നുണ്ട്. അവയിൽ തടവുകാർക്ക് പഠിക്കാൻ അനുയോജ്യമായവ ഏറെയുണ്ട്. പാഠ്യപുസ്തകങ്ങളും പരീക്ഷാ ഫീസും തടവുകാർക്ക് പൂർണ്ണമായും സൗജന്യമാണ്. വിയൂർ ജയിലിൽ പരീക്ഷാ സെന്ററുമുണ്ട്. ചുരുക്കം ചിലരെ ഈ അവസരം പ്രയോജനപ്പെടുത്തിയിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഇഗ്നോയുടെ ഓറിയന്റേഷൻ ക്ലാസ് ജയിലിൽ സംഘടിപ്പിച്ചു. ഇഗ്നോ കൊച്ചി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ പ്രസീത ഉണ്ണികൃഷ്ണൻ വിവിധ കോഴ്സുകളുടെ വിവരങ്ങളും സാധ്യതകളും വിവരിച്ചു. വിദേശ തടവുകാർ ഉൾപ്പെടെ 65 പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽപ്പ് ബോക്സ്. മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രാഥമിക പ്രവർത്തനമെന്ന നിലയിൽ സ്കൂളുകളുടെയും വിദ്യാർത്ഥി സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ കണക്കെടുപ്പ് നടത്തും. അതിക്രമത്തിന് ഇരയായ വിദ്യാർത്ഥികളെ ഇതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരാതികൾ അറിയിക്കാൻ എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും. പ്രധാന അധ്യാപകനാണ് ഇതിന്റെ ചുമതല. ആഴ്ചയിലൊരിക്കൽ ബോക്സ് തുറന്ന് റിപ്പോർട്ടിൽ വിലയിരുത്തി വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചവർക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണം. മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം രാജ്യത്ത് കൂടുകയാണ്. അവർ ഭയത്തിലാണ്. ആക്രമിക്കപ്പെടുന്നത് ഭരണഘടനയും മതസ്വാതന്ത്ര്യവുമാണ്. രാജ്യത്ത് ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. ഭയത്തിന്റെ സാഹചര്യം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഭരണാധികാരികൾക്കാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കണം. കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കണം. നിർബന്ധിത മതപരിവർത്തനത്തിന് സഭ എതിരാണ്. പ്രധാനമന്ത്രിയെ 3 തവണ കണ്ടിരുന്നു. സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കണമെന്നും ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രിസ്ത്യൻ അംഗത്തെ വേണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊന്നും ലഭിച്ചില്ലെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും.
ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. വാർത്തകൾ തുടരുന്നു. തെരുവുനായ നിയന്ത്രണ സന്ദേശവുമായി വേൾഡ് മലയാളി കൗൺസിലിന്റെ മൺസൂൺ വാക്ക് നാളെ. തെരുവുനായ നിയന്ത്രണ സന്ദേശവുമായി വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രൊവിൻസ് മൺസൂൺ വാക്ക് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 10 രാവിലെ 6-നുള്ള മഴക്കാല കൂട്ടനടത്തത്തിൽ 700ഓളം പേർ പങ്കെടുക്കും. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ നിന്നും പൂമലയിലേക്ക് 14 കിലോമീറ്ററാണ് നടത്തം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡോഗ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജോസ് മാവേലി, കേരള സീനിയർ ലീഡേഴ്സ് ഫോറം ജനകീയ സമിതിയുടെ പ്രസിഡന്റ് എ രാജീവ് എന്നിവർ പങ്കെടുക്കും. തെക്കേ ഗോപുരനടയിൽ മെഗാ സൂംബ ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ടാണ് മൺസൂൺ വാക്കിന് തുടക്കം കുറിക്കുക. പങ്കെടുക്കുന്നവർക്ക് ടീഷർട്ടും തൊപ്പിയും സൗജന്യമായി നൽകും. പൂമലയിലെ റിച്ച് ഇന്ത്യ റിസോർട്ടിലാണ് സമാപിക്കുക. ഇവിടെ റിഫ്രഷ്മെന്റ് സൗകര്യങ്ങളുണ്ടാകും. തൃശൂർ നഗരത്തിലേക്ക് തിരിച്ചുപോകാൻ വാഹനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരുവു നായ്ക്കളുടെ ശല്യത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാനുള്ള പൈലറ്റ് പ്രൊജക്റ്റായാണ് മൺസൂൺ വാക്ക് നടത്തുന്നത്. തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടർ നിർമ്മിക്കാൻ 2 ഏക്കർ സ്ഥലം സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ സൗകര്യങ്ങളുള്ള ഷെൽട്ടറുകൾ നിർമ്മിച്ചു പരിപാലിക്കാൻ വേൾഡ് മലയാളി കൗൺസിൽ മുന്നിലുണ്ടാകും. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ AS രാജീവ്, സുജിത് ശ്രീനിവാസൻ, വള്ളുവനാട് പ്രൊവിൻസ് ചെയർമാൻ ജോസ് പുതുക്കാടൻ, ഗ്ലോബൽ വൈസ് ചെയർമാൻ സുരേന്ദ്രൻ കണ്ണാട്ട്, പ്രൊവിൻസ് സെക്രട്ടറി NP രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ജെയ്സൺ മുറ്റിച്ചുകാരൻ, ആക്ടിംഗ് സെക്രട്ടറി ചന്ദ്രപ്രകാശ് എടമന, ട്രഷറർ രാജഗോപാലൻ, ചാപ്റ്റർ പ്രസിഡന്റ് ദിലീപ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകും. ജെയ്സൺ മുറ്റിച്ചുകാരൻ, സുജിത് ശ്രീനിവാസൻ എന്നിവരാണ് ഷെൽട്ടറിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർമാർ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് ഡിവിഷൻ 20 കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. കൊടകര പേരാമ്പ്രയിൽ വൻ സ്പിരിറ്റ് വേട്ട. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 36 തടവുകാർ ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.